ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? സോ എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ദീസ് ഗേൾസ് എൻ്റെ 8th തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരായിട്ടുള്ള ഒരു കുട്ടി മിനി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. സോ ഇന്നത്തെ മെയിൻ പരിപാടി വന്നിട്ട് എനിക്കൊന്ന് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ട്. ചെയ്തിരുന്ന മറ്റാരുമില്ല, ഈ ഒരു മുതലാണ് ജോയിറ്റ എന്നാണ് കേട്ടോ പേര്. ഇവളിപ്പോൾ കോസ്മെറ്റോളജി പഠിക്കുന്നുണ്ട്. സോ നെയിൽ ആർട്ട്, നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ വേണമെന്ന് പറഞ്ഞു. സോ വൈ നോട്ട്, എൻ്റെ കൈ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് വന്നിട്ട് എൻ്റെ കയ്യിലാണ് കേട്ടോ. എടപ്പള്ളിയിലുള്ള ലാക്മേ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവൾ കോസ്മെറ്റോളജി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് മെട്രോ കയറി എടപ്പള്ളിക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഇവർ ഇത്രയും കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നെയിൽസിന് ചെയ്യാനുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിൽ നോക്കുന്നതാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ചെയ്യുന്ന ആകെ ഫുൾ കൺഫ്യൂഷനായി. ലാസ്റ്റ് കുറേ നേരത്തെ തപ്പലിന് ശേഷം നമ്മളൊരു ഡിസൈൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് സൺഡേ അല്ലാതെ ക്ലാസ്സിലാത്തൊരു ദിവസം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ. അന്ന് രാവിലെ എണീറ്റ് എവിടെയെങ്കിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മടിയുള്ളൊരു പരിപാടിയാണ്. ഈ രാവിലെ 5:30 എണീറ്റ് ക്ലാസ്സിൽ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ലീവുള്ള ദിവസം കിട്ടുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഉറങ്ങി മതിയാവാത്ത പോലെയാണ്. പക്ഷേ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഒരു ജോളി വൈബാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് നെയിൽ എക്സ്റ്റൻഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി. പിന്നെ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നെയിൽസ് വളർത്തിയിട്ടുണ്ടായിട്ടോ. പിന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തതായിരുന്നു. അധികം നെയിൽസ് ലെങ്ത്തിൽ വളർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് നെയിൽസ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഈ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യേണ്ടതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഏകദേശം സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ നെയിൽസ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ഫയലൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ടൈം എടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. എൻ്റെ അത്യാവശ്യം ഒരു കുഞ്ഞു കൈ ആയതുകൊണ്ട് ഇതിന് പറ്റിയ നെയിൽസ് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ചധികം ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഇതിന് അത്യാവശ്യം കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഈ നെയിൽ എക്സ്റ്റൻഷൻ പരിപാടിയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം നെയിലൊട്ടിക്കാൻ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞു, അത്രയാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇത് നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. നല്ല ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതുപോലെ നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുള്ള ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസ്റ്റ് ആവും. എനിക്ക് പിന്നെ സംസാരിച്ചിരിക്കാൻ ഇവരുള്ളതുകൊണ്ട് അത്യാവശ്യം ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഫുൾ പ്രോസസ് എന്ന് പറയുന്നത് പെയിൻലെസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നെയിൽസ് ഒക്കെ ഷേപ്പ് ചെയ്ത് ഫയൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ക്യൂട്ടിക്കിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ വേദന ഇല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ എന്തോ സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീല് പോലും എനിക്ക് അതിന് തോന്നിയിട്ടുണ്ടായില്ല. സോ ഇത് ഭയങ്കര പെയിൻലെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നെയിൽസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് മറ്റേ തിരനുരയും ചുരുൾമുടിയിൽ ആ ഒരു വൈബായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് പട്ടിഷൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയിൽസ് നമ്മുടെ എത്ര ലെങ്ത് വേണം എന്നുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഏത് ഷേപ്പിൽ വേണം, ഇപ്പോൾ കർവ് ഷേപ്പ് വേണോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് വേണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ആ രീതിയിൽ ഫയൽ ചെയ്ത് എടുക്കും കേട്ടോ. പിന്നെ ഒരു വൈറ്റ് ബേസ് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിട്ടോ. ഓരോ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു സാധനത്തിലിട്ട് നമ്മുടെ നെയിൽസ് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കും കേട്ടോ. ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. ചെറിയൊരു ചൂടൊക്കെ അതിൽ നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. ഇനിയാണ് നമ്മുടെ നെയിൽസിൽ ചിത്രപ്പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നെയിൽസ് ചെയ്ത് തരുന്ന ഈ മുതലിന്റെ കൈ നോക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ആ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ കയ്യിലും ചെയ്യുന്നത് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ തൊട്ട് നോക്കി വെച്ചിരുന്നതായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ആ ഒരു ഡിസൈൻ തന്നെ ചെയ്യാന്ന്. കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ഈ രണ്ട് നെയിൽസിൽ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലോണം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ 2 നെയിൽസിൽ മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ ഡിസൈൻ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ. കുറച്ച് എടുത്ത് നിൽക്കുന്ന കളർ വേണമെന്ന് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തതായിരുന്നു. പിന്നെ ഇത് വെച്ച് കുറച്ച് പട്ടിഷൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് പട്ടിഷൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാജ മക്കാനി എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിലുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പക്ഷെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് നേരെ നമ്മുടെ ലുലു പോയിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായേ. എന്തൊക്കെ ഫുഡ് തപ്പിപ്പിടിച്ച് വന്നാലും ലാസ്റ്റ് നമ്മൾ ബിരിയാണി ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ 2 ബിരിയാണി മേടിച്ചു. ഇതൊന്നും പോരാണ്ട് ജോയിറ്റയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇടിയപ്പം കൊടുത്തിട്ടുണ്ടായിട്ടോ. അത് നമ്മൾ ലുലുവിൽ വെച്ച് തന്നിരുന്ന് കഴിച്ച് തീർത്തു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എസ്കലേറ്ററിലെ കുറച്ച് തെറ്റും ശരിയൊക്കെ പറഞ്ഞ് വലിയ ഡിസ്കഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോയ്ക്ക് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുട്ടി മിനി വ്ളോഗ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ബോറടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സ് തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.